നിലമ്പൂരൊക്കെ പോയി വന്ന് തിരിച്ച് വന്ന് നമ്മളെ വീടിൻ്റെ വഴിയാട്ടായി കാണുന്നത്. അപ്പോൾ ഏട്ടനും ചേച്ചിയും ഇതേമാതിരി വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ബാക്കിൽ ഒരുവിധ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന വഴിക്ക് തന്നെ സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. പടക്കം പൊട്ടി സ്വീകരണമൊക്കെ ഇതാണ് നമ്മളെ ഇവൻറ്റിൻ്റെ കേട്ടോ. അപ്പോൾ എതിരേൽക്കാട്ടെ നമ്മളെ 2 വലിയമ്മമാരുണ്ട്, 3 ഇടത്തിയമ്മമാരുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ പെണ്ണിനെ എതിരേൽക്കും, പെണ്ണിൻ്റെ വീട്ടിൽ ചെക്കനെ എതിരേൽക്കും, അങ്ങനെ ഇട്ടുണ്ട്. അതിൽ താലൊക്കെ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് എല്ലാവരും അരിയും പൂവൊക്കെ ഇട്ട് അങ്ങനെയാണ് എതിരേൽക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു കാലത്ത് തുടങ്ങിയൊന്നുമല്ല, ഇത് ഒരുപാട് കാലം മുന്നേ നമ്മൾക്ക് നിച്ചം വെച്ച കാലം തൊട്ടേ ഇത് കാണുന്നതാട്ടോ. ഇതിനൊന്നും ഒരു മാറ്റം ഇന്നുവരെ വരെ ഇല്ല, അതുണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ നിലവിളക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തൊഴുതാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളെ പുതിയണ്ണിൻ്റെ അടുത്ത് നമ്മൾ നിലവിളക്ക് കൊടുത്തുകൊണ്ട് ആ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഇതായതുകൊണ്ട് അങ്ങനെ നിലവിളക്ക് കൊടുത്തിട്ട് ആ നിലവിളക്കേറ്റാണ് അവർ ആ വീട്ടിലോട്ട് കയറലിട്ടാ. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം വരുന്നത്. ഇതിലേറ്റ് കഴിഞ്ഞിട്ട് നേരെ ഇവർ പുറകോട്ട് പോയിട്ട് എവിടെ നമ്മുടെ ആ വാതിലിൻ്റെ അവസാനം എത്തണം, അവിടുന്ന് അതേമാതിരി നമ്മൾ എന്ത് ചെയ്യും, ഈ നിലവിളക്ക് നമ്മുടെ പുതിയണ്ണിൻ്റെ കയ്യിൽ കൊടുത്ത് അത് ആ പൂജാറൂമിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു സിസ്റ്റാട്ടാണ്. ഇനി മധുരം കൊടുക്കാനുള്ള ചടങ്ങാട്ടെ. നമുക്ക് പാലും പഞ്ചസാര പഴം ഒക്കെ കൂടെ ആയിട്ടുള്ളൊരു ഇതാണ്, മിക്സായിട്ടാണ് കൊടുക്കൽ. ഇനിയിപ്പോൾ പാല് മാത്രമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് മൂത്ത ഏട്ടൻ്റെ ഭാര്യ ഏട്ടാണ്, ഏടത്തിയമ്മയാണ്. ഞങ്ങൾ ഏടത്തിയമ്മയാണ് കൊടുക്കേണ്ടത്. ഏടത്തിയമ്മ ആദ്യം കൊടുത്തു, ആദ്യത്തെ കറക്റ്റായി കൊടുത്തില്ല, രണ്ടാമതും കൊടുത്തു. അങ്ങനെ രണ്ടാൾക്കും കൊടുക്കണം കേട്ടോ. ഒരാൾക്ക് മാത്രം കൊടുത്താൽ പോലെ രണ്ടാൾക്കും ഒരേമാതിരി കൊടുക്കണമല്ലോ. ആര് കൊടുക്കുകയാണെങ്കിലും രണ്ടാൾക്കും ഒരേമാതിരി കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് നമ്മുടെ എല്ലാവരും കൊടുക്കണം. അവിടെയുള്ള ചേച്ചിമാർ, സ്വന്തം ഏട്ടൻ്റെ ചേച്ചിമാർ. ഇപ്പോൾ കൊടുക്കേണ്ടത് ഏട്ടൻ്റെ മൂത്ത ചേച്ചിയാട്ടാ. ചേച്ചി രണ്ടാൾക്കും കൊടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ രണ്ടാമത്തെ പെങ്ങളാട്ടാ. അവർക്ക് ഏട്ടൻ്റെ 2 പെങ്ങളേനെ ഉള്ളൂ കേട്ടോ. മൂത്ത ആൾ വത്സൽ ചേച്ചി, രണ്ടാമത്തെ ആൾ ഷീജ ചേച്ചി, 2 ആളേനെ ഉള്ളൂ കേട്ടോ അവർക്ക്. ഇനി കൊടുക്കേണ്ടത് പാല് കൊടുക്കുക എന്നുള്ളതിൻ്റെ അമ്മയേട്ടാ. അമ്മ അവിടെ വന്നിട്ടുണ്ട്, വല്യമ്മമാരും അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. എല്ലാവരും കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. കൂടുതലായിട്ടൊന്നുമില്ല. ഇനി അടുത്തത് വരുന്നത് മൂത്ത ഏടത്തിയാട്ടോ. അവിടുത്തെ തറവാടുത്തെ മൂത്ത ഏടത്തിയമ്മയാണ് ഇപ്പോൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ നമ്മളെ ഏട്ടൻ്റെ നേരെ ഏട്ടൻ്റെ ഭാര്യയായിട്ട് ഇപ്പോൾ ഈ കൊടുക്കുന്നത് തേങ്ങണ്ട ബൗട്ടേട്ടൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ഉള്ളത്. അത് കൊടുത്തിട്ട് ഇനി കുഞ്ഞുട്ടനേട്ടൻ്റെ വൈഫ് ഷീബ ഏട്ടത്തിയമ്മയായിട്ടപ്പോൾ ഇനി പാല് കൊടുക്കേണ്ടത്. അങ്ങനെ പാൽ കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങളിത് ആ ഭക്ഷണത്തിൻ്റെ പരിപാടിയിലോട്ടാണ്. ഇനി പന്തലിൽ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കണം. അപ്പോൾ ഞാനും ഇരുന്നിട്ടോ കൂട്ടത്തിലും. നമുക്കങ്ങനെ ഇതായിട്ടൊന്നുമല്ല, നമ്മൾ പിന്നെ അവിടുന്ന് കുറച്ച് കഴിച്ചതാണ് കൂടുതലും. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് കഴിക്കണം. ഇനി സപ്ലൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ കൂടുതലായിട്ട്. അപ്പോൾ ഇനിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും ഞാനങ്ങനെ കുറച്ച് കഴിച്ചു. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് ഞാനും അമ്മും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഏട്ടനും ഏട്ടൻ്റെ ചേച്ചിമാരും ഏട്ടത്തിയമ്മമാരും പിന്നെ അമ്മായിൻ്റെ മക്കളും എല്ലാവരും കൂടി ആയിട്ട് ഇരുന്നത് അവിടെ ഭക്ഷണം കഴിക്കാനും. ഇത് നമ്മുടെ നാട്ടിലത്തെ കുട്ടികളാട്ടോ. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉണ്ട്. ഇത് പിന്നെ ഏട്ടന്മാർ എല്ലാവരും ഉണ്ട്. ആദ്യം നമ്മുടെ നാട്ടിലവരൊക്കെ തന്നെ ഫസ്റ്റ് ട്രിപ്പിലാണ്ട് ഇരുന്ന് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ട്രിപ്പിനാണ് എല്ലാവരും മറ്റുള്ളവർ ഇരുന്നിട്ട്. അപ്പോഴേക്കും അവിടുന്ന് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് അവർ വരാനായിട്ടാണ്. വാതിലാഴ്ചാറിനൊരു ചടങ്ങുണ്ട് നമ്മളതിൽ. അപ്പോൾ അതിനും വേണ്ടി അവർ വരാനായിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാക്കിയിരുന്നത് ഹോർലിക്സും ബിസ്ക്കറ്റ് വരുന്നത് നമ്മളവിടെ അവർക്കും വേണ്ടി കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് ആളുകളെ വന്നിട്ടുള്ളൂ, കൂടുതലായിട്ട് ആളുകളൊന്നും വന്നിട്ടില്ല. ഏത് 2-3 വണ്ടിക്കുള്ള ആളുകൾ അവർ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബിരിയാണീൻ്റെ കാര്യം പറയേണ്ടത് നമ്മൾ മുസാക്കിയാണ്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റുള്ള ഒന്നും. പിന്നെ കൂടെ 2 ആളുണ്ട്, ഫവാസും പിന്നെ വേറെ ആൾ. മൂപ്പര് പേര് എനിക്കറിയില്ല. ഫവാസിന് പിന്നെ അറിയേണ്ടതാണ്, പഴയ കംപ്രസറിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളെ കേട്ടോ. ഇപ്പോൾ എല്ലാ പണിക്കും പോകണ ആൾ കേട്ടോ. ഒരു പണി വെച്ചിട്ടല്ല, എല്ലാ പണിക്കും പോകുന്ന ആളുകൾ തന്നെ കേട്ടോ. പൊതുവേ നമ്മൾ ഈ എല്ലാ മേഖലയും ഇപ്പോൾ പൊതുവേ കമ്മിയായത് കാരണം എല്ലാ മേഖലയിലും മാറി പണിയെടുക്കാനേ ഇപ്പോഴത്തെ കാലത്ത് കഴിയുള്ളൂ കേട്ടോ. ഒരു മേഖല മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ. അതിനിടെ ആദ്യം പോലെ അവിടെ വിളമ്പി വെച്ച പ്ലേറ്റിൽ പോയിരുന്നതുകൊണ്ട് കൈയിട്ടതുകൊണ്ട് അതിന് ചൂടും. നിലവിൽ 2ാമത്തെ പ്രാവശ്യത്തിന് ഞാൻ അങ്ങനെ അതേമാതിരി മാറ്റി കൊടുക്കാറുണ്ട്. അതുപോലെ കൈയിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ ഇപ്പം മാറ്റാനും അതിലൊരു കഷ്ണം അരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കഴിക്കണം വലിയ കാര്യമായിട്ട് കഴിക്കണം. എന്തിരുന്നാലും ശരി, അച്ചാർ വേണം, അത് വേണം, അത് വേണം പറഞ്ഞിട്ട് എല്ലാത്തിലും പോയി കൈയിട്ട് കേട്ടോ കുട്ടി. എന്താ കാട്ടുക?
അങ്ങനെ ഞങ്ങൾ പന്തലെത്തിയപ്പോൾ സാദിക്ക് പാട്ട് പാടാൻ, ഞങ്ങൾ ആദ്യമായിട്ടാണ് സാദിക്ക് പാട്ട് പാടുന്നതൊന്നും നമുക്കറിയില്ലായിരുന്നു കേട്ടോ. അത്രയും ബെറ്ററായിട്ട് പാട്ട് പാടുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും. ഓനും ഇതേമാതിരി പന്തൽ വർക്കിലും സൗണ്ട് ഓപ്പറേറ്റർ ആട്ടോ. അവന് മൈക്കിൻ്റെ ഇതിൻ്റെ ഒക്കെ ഭയങ്കര സംഭവം ഓപ്പറേറ്ററാണ്. നമുക്കറിയില്ല, നമ്മുടെ നാട്ടിൽ ഓൻ അറിയില്ലല്ലോ എന്താണ്, ഓൻ എന്താ പണിയെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ വില എന്താണെന്നുള്ള അറിയില്ലല്ലോ. ഓൻ പുറത്ത് പോയിട്ട് കാസർഗോഡും അവിടെയും ഇവിടെ എല്ലായിടത്തും വർക്കിന് പോണൊരു പയ്യനാട്ടോ. അപ്പോൾ ഈ മുടിയായിട്ടുള്ള നമ്മൾ കണ്ണടയൊക്കെ വെച്ച് നമ്മളെ കൂട്ടുകാരൻ്റെ അനിയനാണ് എല്ലാവരും കേട്ടോ. അങ്ങനെ പാട്ട് പാടാനുണ്ടപ്പോൾ ഞാനൊക്കെ പ്രതീക്ഷിക്കാതെ ഇതായിപ്പോയി, സ്തംഭിച്ചു പോയി. കാരണം ഇങ്ങനെയൊന്നും വല്ലാതെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു കൂട്ടുകാരനാട്ടോ, ഇതുപോലെ റിലേറ്റീവ് ആണ്. പിന്നെ നമുക്കൊരു പിലായ്പില ചാനലിൽ പെട്ടൊരു ആർട്ടിസ്റ്റും കൂടിയാട്ടെ ആൾ നമ്മുടെ ഇവിടെ കരിങ്കപ്പാറുള്ളതാണ്. ആൾ നല്ല ഉഷാറായിട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് നല്ല ഭംഗിയോട് കൂടിയായിട്ട് പാട്ട് പാടിയിട്ട് ഞാൻ ഇത്രത്തോളം കഴിവുകളുള്ളൊരു വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ലായിട്ടില്ല കേട്ടോ. കാരണം നല്ല പാട്ടാണ് പാടിയത്. ഞാനൊക്കെ അങ്ങനെ അത്രയ്ക്ക് നല്ല വൃത്തിയോടുകൂടി എന്തിലാണ് പാടിയെന്നാണ് ഞാനൊന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഓരോ കഴിവുകളും കലകളും കയ്യിലുള്ളത് കേട്ടോ. അതൊന്നും നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ആളെ മോളാണ് ഇപ്പോൾ വന്നിട്ട് കേട്ടോ. അതിൻ്റെ അടുത്തിരിക്കുന്നത് ബാബുവേട്ടനാണ് ആശിരിപ്പണി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടീംസിൻ്റെ മൊത്തത്തിൽ ഫോട്ടോ എടുക്കാനുള്ളൊരു നിലപാടുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ ഞങ്ങൾ എടുക്കാമെന്നുള്ള തയ്യാറുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും വന്ന് ഫോട്ടോ എടുക്കാൻ റെഡി ആയിരുന്നു കേട്ടോ. ആദ്യമേ എപ്പോഴും കച്ചറിൻ്റെ വക്കത്ത് തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓന് ഫോട്ടോ എടുക്കാനുള്ളൊരു മൂഡോ ഒരു ഉറക്കക്ഷീണോ സമയമൊക്കെ ഒരുപാടായില്ല. അപ്പോൾ ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലെടുക്കാണ്ട് നമ്മളെ ടീംസിൻ്റെ മൊത്തം ഡാൻസിൻ്റെ നല്ല ഫുള്ളി ഡാൻസ് ഇട്ടാ. കുട്ടികളൊന്നും ഇത്ര ആക്റ്റീവായിട്ട് ഡാൻസ് കളിക്കുന്നത് അതൊന്നും നമുക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഉഷാറെന്ന് പറഞ്ഞാൽ നല്ല ഉഷാറായിട്ടാണ് എല്ലാവരും ഡാൻസ് കളിച്ചിട്ടാണ്. കാരണം നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിലിടയ്ക്ക് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു മെയിൻ വിശിഷ്ട വ്യക്തിയായിരുന്നെങ്കിൽ ഒരു കുട്ടി വന്നു, പ്രതീക്ഷിക്കാതെ ഒരു കുട്ടി വന്നാണ് സ്റ്റേജിൽ ഡാൻസ് കളിച്ചത്. എങ്ങനെയാണ്, ചെറിയ കുട്ടി, വളരെ ചെറിയൊരു കുട്ടിയാണ്. കാരണം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു ക്യാരക്ടറായിരുന്നു ആ കുട്ടി കേട്ടോ. അത് കണ്ടപ്പോഴാണ് നമുക്കൊക്കെ നമ്മളാകെ കണ്ട് സ്തംഭിച്ചു പോയത്. കാരണം അത്ര നല്ല ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ എവിടെ നിന്നായി കുട്ടിക്ക് വരുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്തൊരു ലെവലായിപ്പോയി. ഏറിപ്പോൾ ഒരു 3 വയസ്സ് 2 വയസ്സ് ഏറിപ്പോൾ 2 വയസ്സ് 3 വയസ്സിന് ഉള്ളിലേ ഉണ്ടാവുള്ളൂ പ്രായമായിട്ട് ചെറിയ കുട്ടി. ആ കുട്ടി സ്റ്റേജിൽ വന്ന് അമ്മയച്ഛനും 2 വട്ടം വന്ന് പിടിച്ച് കൊണ്ടുപോയിട്ട്, പക്ഷേ ആ കുട്ടി ഒരിക്കലും പോകാൻ കൂട്ടായില്ല. അപ്പോൾ പിന്നെ അവിടെ സ്റ്റേജിൽ വന്നിരുന്നു പിന്നെ ഡാൻസ് തന്നെ ഇട്ട് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഞാൻ ഇത്രയ്ക്ക് ആക്റ്റീവായിട്ട് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു. നമ്മളാദ്യം പോലൊക്കെ ചെറുപ്പത്തിൽ ഇതേമാതിരിയായിരുന്നു, ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചിരുന്നു. എന്നിരുന്നാൽ ഇത്രത്തോളം ആക്റ്റീവായിട്ട് ചെയ്യണമെന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ചില കുട്ടികൾ അങ്ങനെയുള്ള പൊതുവേ സ്റ്റെപ്പുകളൊക്കെ അയാൾ സ്വന്തം ക്രിയേറ്റ് ചെയ്യായിരുന്നു കേട്ടോ. കാരണം അത് നമ്മുടെ എന്താ പറയുക, ഓരോ സ്റ്റെപ്പുകളും സ്വന്തമായിട്ട് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സ്റ്റെപ്പ് പോലും നമ്മളൊരാൾക്ക് കട്ടെടുത്ത ലെവലിലോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ കണ്ടെത്തുക, ചെയ്യുക, അങ്ങനെ ഒരു ക്യാരക്ടർ. നമ്മളെ കുട്ടികളൊക്കെ പഠിച്ച് ചെയ്തതാണ് നിങ്ങൾ വിചാരിക്കുക. ഇയാൾ പഠിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത്രയ്ക്ക് ബെറ്ററായിട്ട് ചെയ്യുന്നേ കണ്ടപ്പോൾ നമുക്ക് തന്നെ ഇങ്ങോട്ട് ആകെ ഒരു ഇതായിപ്പോയി. ചെറിയ കുട്ടികൾക്ക് ടാലൻ്റുള്ള കുട്ടികളെ നമ്മൾ അംഗീകരിക്കണം. കാരണം അങ്ങനത്തെ ഒരു കുട്ടിയായി പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ കുഞ്ഞുപ്പാൻ്റെ അനിയൻ്റെ മോളും പിന്നെ ഈ കുട്ടിയും കൂടിയായി. പിന്നെ സ്റ്റേജിൽ സെപ്പറേറ്റ് ഡാൻസ് കളിക്കുക എന്നുള്ള ലെവലിൽ അവർ ഇതാക്കിയിട്ട് പിന്നെ നമ്മുടെ രമ്യ ചേച്ചീൻ്റെ മോളും വന്നിട്ടോ. ഇത് 3 ആളും കൂടി കളിച്ചു. പിന്നെ മൂന്നൂസാണ് നമ്മുടെ അതിമൊരു കൂട്ടുകാരനാണ് അവിടെ ഉള്ളത്. ഇത് പിന്നെ നമ്മുടെ ചേച്ചിമാരെ മക്കളാട്ടോ അവിടെ ഉള്ളത്. ഏടത്തിയമ്മൻ്റെ മോളുണ്ട്, 2 ഏടത്തിയമ്മൻ്റെ മക്കളുണ്ട്, പിന്നെ ഏട്ടൻ്റെ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവർ 4 ആൾ കൂടിയിട്ട് നല്ല സ്റ്റേജ് ഡാൻസ് പൊതുവേ സ്കൂൾ പരിപാടികൾക്ക് എല്ലാ പരിപാടിക്കും ഇവർ കളിക്കുന്നതാട്ടോ കുട്ടികൾ. അതിൻ്റെ കൂട്ടത്തിൽ ഇയാൾ വന്നുകൊണ്ട് കളിച്ചിട്ട് ഇയാൾ വെറൈറ്റി ആയിട്ട് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ കഴിക്കില്ല. അവസാന ഘട്ടമായപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ചരലെടുത്ത് എറിയലൊക്കെ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് ശേഷമാണ് ഇതായത്. പിന്നെ നമ്മുടെ ആൾ പറഞ്ഞ് നമ്മുടെ ലൈഫിലേത്തെ അവതാരകൻ ഒന്നും കൂടെ ഒരു പാട്ടും കൂടെ പാടിയിട്ട് അതെന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര ഹൈലൈറ്റ് പാട്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഈ കോപ്പി റൈറ്റ് വരുന്നത് കാരണം ഇതിലിടാൻ കഴിയില്ല. കാരണം ഷോർട്സിലിടാൻ കഴിയാന്നല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഇടാൻ കഴിയില്ല കേട്ടോ, കോപ്പി റൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഇട്ടില്ല. അപ്പോൾ നമ്മളാൾ പിന്നെയും ഡാൻസിൻ്റെ അപ്പോൾ സ്റ്റേജുമൊന്നും വല്ലാതെ ഇറങ്ങണില്ല. സ്റ്റേജുമ്പോൾ തന്നെയാണ് കൂടുതലും കേന്ദ്രീകരിച്ച് നിൽക്കേണ്ട ആൾ. അങ്ങനെ നല്ല കിടുക്കാച്ചി പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ചേച്ചിമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും ആവേശം കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഇങ്ങനെ എല്ലാവരും കൂടി ആഘോഷിച്ചും ആർത്തുല്ലസിച്ച് ഒരു ആഘോഷം ഉണ്ടായിട്ടില്ല, കല്യാണം ഉണ്ടായിട്ടുമില്ല. നമ്മളെ പാറപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മളാ പാറപ്പുറത്ത് ഇങ്ങനൊരു കല്യാണം ഇത്ര ആഘോഷിച്ച് ഇത്ര നല്ല സെറ്റപ്പായിട്ട് കഴിഞ്ഞൊരു കല്യാണം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, എൻ്റെ കല്യാണം അടക്കം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, എല്ലാവരും കൂടെ വന്ന് ഇത്രയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല സെറ്റായിട്ട് വന്നിരുന്ന ഒരു കല്യാണം ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഭയങ്കര ഞാൻ തന്നെ ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇവരൊക്കെ ഇത്രയും
ആഘോഷിക്കണം അത്രയും മനസ്സ് തുറന്ന് ഡാൻസ് കളിച്ച് ഈ കല്യാണത്തിൽ ഇത്രയും ഭംഗിയായിട്ട് കൂടണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം സന്തോഷം ഉണ്ടാവും മനസ്സിൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മളെ മനസ്സിൽ എല്ലാവർക്കും ഉണ്ട്. കാരണം നമ്മളെ നാട്ടിൽ നടന്ന കല്യാണങ്ങളിലൊന്നും ഇവരാരും വല്ലാതെ ഡാൻസ് കളിക്കുക അങ്ങനത്തെ പരിപാടികൾക്ക് ഒന്നിക്കും വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി എല്ലാവരിലും അത്രത്തോളം ഒരു ടാലൻറ്റും കഴിവുകളും എല്ലാം ഉണ്ട് കേട്ടോ. കാരണം നമ്മളാരും അത് ചിലരെ നമ്മൾ അംഗീകരിക്കാതെ പോവും, ചിലരെ നമ്മൾ അറിയാതെ പോവും എന്നിരിക്കുക. അതേപോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കും വളരെ സന്തോഷമായി. അങ്ങനെ സ്റ്റേജിന്മേൽ ഒരു ഡാൻസ്, ചെറിയ സ്റ്റേജാട്ടോ, നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി സെറ്റ് ചെയ്തായിരുന്നു. സ്റ്റേജിന്മേൽ ഡാൻസ് കളിച്ച് ആവേശം കൂടി വന്നപ്പോൾ ഇവൻറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഷോ വാൾ ഉണ്ടായിരുന്നു. അത് മറ്റേ മെറ്റലിൻ്റെ ഷോ വാളായിരുന്നു. പക്ഷെ അത് കൂടുതൽ ഡാൻസ് ആവേശം കൂടി വന്നപ്പോൾ അത് മേത്തേക്ക് ഊക്കുന്നുള്ള കണ്ടീഷൻ ആയപ്പോൾ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് ഇതിങ്ങോട്ട് വീഴാനുള്ള കണ്ടീഷൻ ആയപ്പോഴാണ് എല്ലാവരും കൂടി പറഞ്ഞു സ്റ്റേജിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാനുള്ള കണ്ടീഷൻ ആയത്. അത് വീണ് കഴിഞ്ഞാൽ തലയിൽ മേത്തൊക്കെ കുടുങ്ങിയ ഇരുമ്പല്ലേ, അത്രയും ഇരുമ്പിൻ്റെ ഒരു കേസിൽ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും താഴത്തിറങ്ങിയപ്പോൾ പൊന്നാരെ നമ്മൾ പ്രതീക്ഷിച്ചില്ല, അപ്പുറമായി നമ്മുടെ ആവേശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഒരു സെറ്റപ്പായി പോയ ഒരു ആവേശമായിരുന്നു കേട്ടോ. കാരണം ഇത്രയ്ക്ക് നമ്മൾ എന്താ പറയുക ആഘോഷിച്ചൊരു കല്യാണമോ കാര്യങ്ങളോ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടില്ല, എൻ്റെ ആ ഒരു ചുറ്റുവട്ടത്തെ ഉണ്ടായിട്ടില്ല. കാരണം അത്രയ്ക്ക് ബെറ്ററായിട്ട് നല്ല ആഘോഷങ്ങളായിട്ട് തന്നെ ഇന്നത്തെ കല്യാണം കഴിഞ്ഞു കേട്ടോ. കാരണം അത് അങ്ങനെയും ഇത് നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്തൊരു വൈബാട്ടോ. ഒരാൾ മാത്രമല്ല, എല്ലാവരും ഒന്നടങ്കം ഒരാളെന്നല്ല എല്ലാവരും. കുറേ ആളുകളിന്ന് മിസ് ചെയ്യാൻ കൊതിച്ചിട്ടുണ്ട് കുറേ ആൾ. കാരണം കുറേ ആളുകൾ നേരത്തെ പോയവരുണ്ട്, കുറേ ആളുകൾ പിന്നെ വന്നിട്ട് ഇതിൽ പങ്കെടുക്കാത്തതായിട്ടുള്ളവരുണ്ട്, കുറേ ആളുകൾ പങ്കെടുക്കാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിഞ്ഞല്ല ആരെങ്കിലും കണ്ടാലോ എന്നുള്ളൊരു മടി കാരണം നിൽക്കുന്നവരുണ്ട്. പക്ഷേ ആക്റ്റീവായി കളിച്ചവർ അപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, പിന്നെ പെങ്ങന്മാരുണ്ടായിരുന്നു, എൻ്റെ ഏടത്തിയമ്മമാരുണ്ടായിരുന്നു, ചേച്ചിമാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ആരുമില്ല അതിൽ, എല്ലാവരും വളരെ ആക്റ്റീവായിട്ടാണ്. വളരെ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ആക്റ്റീവായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ, സത്യം പറയുമല്ലോ, ഇങ്ങനെ ആക്റ്റീവായിട്ട് ഡാൻസ് കളിക്കണേ. അങ്ങനെ അതിലിടയ്ക്ക് ചേച്ചി പുതിയാപ്പിളനെ കൊണ്ടുവന്നിട്ടാ, ചേച്ചി പിടിച്ച് പറിച്ച് കൊണ്ടുവന്നു. അങ്ങനെ അവനും ഡാൻസ് കളിക്കാനുള്ള പിന്നെ പുതിയണ്ണിന് വയ്യേനു കേട്ടോ. എടുത്തമ്മക്ക് തീരെ തലവേദന ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ എടുത്തമ്മ റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ കുഞ്ഞുമോൻ ഒളിച്ചുണ്ടെന്ന് കുഞ്ഞുമോനും ഡാൻസ് കളിച്ചിട്ടോ. അപ്പം നമ്മൾ എല്ലാവരിലും ഓരോ കഴിവുകളുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ, കാരണം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകളാണ്. പക്ഷേ എന്തൊക്കെയാണ് ഉള്ളിലുള്ളത്. പക്ഷേ ഇങ്ങനെയും സന്തോഷിക്കാൻ അവസരം കിട്ടുമ്പോഴല്ലേ സന്തോഷിക്കാൻ പറ്റുള്ളൂ. അതെല്ലാം മനുഷ്യന് ആകെ ഒരു ലൈഫേ ഉള്ളൂ. സന്തോഷിക്കാൻ അവസരം കിട്ടുമ്പോൾ സന്തോഷിക്കുക, സങ്കടപ്പെടാൻ അവസരം കിട്ടുമ്പോൾ സങ്കടപ്പെടുക. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തും എപ്പോഴും എന്തും സംഭവിക്കുക. കാരണം നമ്മളെ ജീവിതം അത്രയേ ഉള്ളൂ, ഒരു നൂൽപ്പട്ടം പോലെയാണ്, അത്രയ്ക്കേ ഉള്ളൂ. കാരണം ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഫീലിംഗ് എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത് എല്ലാവർക്കും കാരണം പാട്ടിനനുസരിച്ച് ആവേശത്തിനനുസരിച്ച് പാട്ടിൻ്റെ എത്ര നല്ല പാട്ടാണോ അത്രയും അനുസരിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് എൻജോയ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനൊന്നും പ്രതീക്ഷിക്കാത്തൊരു വൈബായിപ്പോയി. കൂട്ടത്തിൽ ഞാനും വന്നിട്ടാണ്. എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഫോണ് മറ്റൊരാടുത്ത് കൊടുത്തുകൊണ്ട് വരാൻ കഴിയാൻ ആ നേരത്ത് പറ്റി. അതുകൊണ്ട് ഞാനും ഇറങ്ങിയിട്ട് എനിക്ക് പറഞ്ഞാൽ ഡാൻസ് അറിയില്ലെങ്കിലും ശരി ഞാൻ കളിച്ച് നോക്കൂട്ടോ. ഞാൻ അത്രയ്ക്കൊന്നുമില്ല. ഞാൻ പിന്നെ പുതിയാപ്പിളിനെ വിളിച്ചാണ്ട് കൂട്ടി പിടിച്ചാണ്ട് അങ്ങനെ കളിച്ചു. എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഡാൻസ് കളിക്കാനോ കാര്യങ്ങളൊക്കെ ഒരു പരിപാടി എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതിന് വല്ലാതെ പോയിട്ടില്ല. നമ്മൾ കളിക്കേണ്ട സമയത്ത് കളിക്കാനും പോയിട്ടില്ല, ഒന്നിനും പോകാത്തൊരു വ്യക്തിയാണ് ഞാൻ. നമ്മളെ സമയം ഇപ്പോൾ നമ്മളേതായാലും ഹാപ്പി ആയിട്ടാണ്. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ നമ്മുടെ പാറപ്പുറത്ത് ഇനിയിപ്പോൾ ഉള്ളത് എൻ്റെ അനിയൻ്റെ കല്യാണമല്ല. അനിയൻ്റെ കല്യാണം ഏതായാലും പൊളിക്കണം. നമുക്ക് എല്ലാവർക്കും ഇതിലും അപ്പുറം ഗംഭീരമാക്കാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്യും. അതിനും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും അത് ആ സമയമാകുമ്പോൾ അപ്പോൾ ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും സജീവമായിട്ട് ഒരു മടിയില്ലാതെ അത്രയ്ക്ക് കണ്ണിങ്ങോട് കൂടിയാണ് എല്ലാവരും ഇതിൽ സെലിബ്രേറ്റ് ചെയ്ത് കേട്ടോ. ഞാനൊന്നും വിചാരിച്ചിട്ടില്ല നമ്മുടെ ഇത്രത്തോളം ആക്റ്റീവായിട്ടാണ് നമ്മൾ ആളുകൾ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിലൊക്കെ മടി പിടിച്ച് നിൽക്കണവർ വരെ ഈ കൂട്ടത്തിൽ ലാസ്റ്റ് ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന് അടിച്ചിട്ടോ. അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ പയ്യന്മാർ നമ്മുടെ ഏട്ടൻ്റെ മക്കളെ കൂട്ടുകാരാണ് അതൊക്കെ ഉള്ളത്. എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും പിന്നെ അതേമാതിരി ഏട്ടൻ്റെ കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരുവിധ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും ഭയങ്കര സജീവമായിട്ട് തന്നെ കേട്ടോ ആഘോഷിച്ചത് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. നമ്മളൊന്നും ഇങ്ങനെ ഒരു സഭയിൽ ഇന്ന് വരെ ഞാൻ ഡാൻസ് കളിച്ചിട്ടോ പോയിട്ടോ ഒന്നുമില്ല കേട്ടോ. എൻ്റെ പെങ്ങന്മാരും എല്ലാവരും ഉണ്ട്, ചേച്ചിമാരും ഏടത്തിയമ്മമാരും എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ആരും ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ എന്താ വെച്ചാൽ ഇതെനിക്ക് നമുക്ക് ഏറ്റവും അത്രയ്ക്ക് മനസ്സിന് സന്തോഷിക്കാൻ പറ്റിയൊരു സമയമായിപ്പോയി ഇത്.
കാരണം ഞങ്ങൾ മാത്രമല്ല ഓരോ പാട്ടിൻ തോറും ഓരോ പാട്ടിൻ്റെ ആവേശം കൂടും തോറും എല്ലാവരിലും ആവേശം കൂടി വരുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ആ ഒരു ഇതിൽ വേദിയിൽ. കാരണം നമ്മളത് ഉൾക്കൊള്ളാൻ അത്രത്തോളം സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പയ്യന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇനിയും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓരോ പരിപാടികളും മടിച്ചിരിക്കണവരുണ്ടാവും കേട്ടോ. ഓരോരോ ആഘോഷങ്ങൾ കിട്ടും, സന്തോഷിക്കാൻ അവസരം കിട്ടുമ്പോൾ സന്തോഷിക്കാം, അത്രയേ ഉള്ളൂ. കാരണം നമുക്കൊക്കെ എത്ര ആയുസ് ദൈവം തന്നിട്ടുണ്ട് എന്നുള്ള ഒരിക്കലും അറിയാൻ കഴിയില്ല കേട്ടോ. ഈ നേരെ നിൽക്കുന്ന ആൾ നമ്മളെ കൂട്ടുകാരനാണ്, സുജീഷാണ്. സുജീഷ് ഭയങ്കര കലാകാരനാണ്. കലാകാരൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ജൂനിയർ കലാലയ എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ടായിരുന്നു, അതിൽപ്പെട്ടൊരു കലാകാരനാണ് ഈ നിൽക്കുന്ന ആൾ, ബ്ലാക്ക് ഷർട്ട് ഇട്ടുള്ളത്. അയാൾ നല്ല മിമിക്രിയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട്, പക്ഷേ മിമിക്രിയും കാര്യങ്ങളും ഇതിന് കോപ്പിറൈറ്റ് വരും എന്നുള്ളൊരു കാരണത്താൽ ഞാനത് ഇട്ടിട്ടില്ല. ഞാൻ ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ ഞാനത് ഇട്ട് നോക്കുന്നുണ്ട്. ഇനി കോപ്പിറൈറ്റ് വരില്ല എന്നറിയില്ല. എന്നിരുന്നാലും ഞാൻ ഇടുന്നുണ്ട്. വരികയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിലിടയ്ക്കാണ് നമ്മൾ DJ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട്, DJ ലൈറ്റ് സെറ്റ് ചെയ്ത് എല്ലാവരും ലൈറ്റോട് കൂടിയിട്ട് ആദ്യം ലൈറ്റ് അവിടെ ഉണ്ടായിരുന്നു, താഴത്തേക്ക് മേലേക്ക് മാത്രം ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ചിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കയ്യിലെടുത്തുകൊണ്ട് അതിട്ട് DJ ലൈറ്റിൻ്റെ ഷോ കാണിക്കൽ തുടങ്ങിയിട്ട് അപ്പോഴാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിൽ പരിപാടി കളർഫുള്ളായത്. ലൈറ്റ് കൂടെ വന്നപ്പോൾ ആകെ കളർഫുള്ളായി, എല്ലാവരിലും ആവേശം ഒന്നും കൂടി കൂടിയിട്ടോ. ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഡാൻസ് കളിക്കാനും ഈ പരിപാടി എൻജോയ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞെങ്കിൽ നമ്മൾ അത്രത്തോളം സന്തോഷിച്ചതിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ മുന്നിലിരിക്കേണ്ടത് കേട്ടോ. കാരണം എല്ലാവരും ഒരുപോലെ എല്ലാവരും ആർമാദിച്ച് ഇന്നത്തെ കല്യാണം അത്രയ്ക്ക് സന്തോഷിച്ച് കൊണ്ടാടി എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സിലുള്ളത് കേട്ടോ. കാരണം ഒരാളെന്നില്ല, നമ്മളെല്ലാവരും ഒന്നടങ്കം ഒറ്റക്കെട്ടായി നമ്മൾ ഈ ഒരു കല്യാണത്തെ ആഘോഷിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഇതിൽ കാണാൻ കഴിയേണ്ടത്. ഇത് നമ്മളെ സന്തോഷേട്ടനാണ്, നമ്മളെ കൂട്ടുകാരനാണ്. സന്തോഷേട്ടനും ഷിജി ഉണ്ട്, എല്ലാവരും സജീവമായിട്ടുണ്ട്. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും വെള്ളം കുടിച്ചിട്ട് തളർന്ന് പോയി. വെള്ളം കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെയും തുടങ്ങി. പിന്നെ ആർക്കും ഒരു മാറ്റമില്ല കേട്ടോ, പഴയ പോലെ തന്നെ വീണ്ടും തുടങ്ങിയിട്ടാണ്. അപ്പോൾ ആവേശത്തിൽ യാതൊരു കമ്മിയില്ല കേട്ടോ. ആവേശം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിന് സന്തോഷം കൂടുമ്പോഴുള്ളൊരു ആവേശമാണ്. നമ്മൾ ഡാൻസ് കളിക്കും, പാട്ട് പാടും, അങ്ങനെ എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷിക്കാൻ അവസരം കിട്ടുക, സന്തോഷിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക. അപ്പോൾ ഞങ്ങളേതായാലും ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടാ. അപ്പോൾ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാ. എല്ലാവരും ഉണ്ട്, ചേച്ചിയുണ്ട്, തകർത്താർത്തുല്ലസിച്ച് വരിക കേട്ടാ. ഭയങ്കര ആർത്തുല്ലസിച്ച് ആവേശിച്ച് വരിക കേട്ടാ. ഇതേട്ടാ അമ്മയുണ്ട്, അച്ഛ പിന്നെ വന്ന് ഉറങ്ങിയിരിക്കണം കേട്ടാ. ഏട്ടൻ്റെ കല്യാണ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളൊക്കെ എല്ലാവരും ഇതിൽ അടിച്ച് പൊളിച്ചിട്ടാണ്. അപ്പോൾ ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.